ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തത്, ഞങ്ങൾ പുതിയ പ്ലാൻസിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും ബിസി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് വർക്കും അതുപോലെ വീടിൻ്റെ കുറച്ച് റീവർക്കൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. അതുകൊണ്ട് ഇതുപോലെ സെയിൽ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ നമുക്കിപ്പോൾ അതൊരു ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അത്രയും തിരക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ സെയിൽ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ കുറേ പ്ലാൻസ് നമ്മളിങ്ങനെ സമയത്തിനനുസരിച്ച് ചോദിക്കുന്നവർക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നുണ്ട്. പക്ഷേ ഒന്നിച്ച് നിങ്ങൾ ഓർഡർ തന്നാൽ നമുക്കങ്ങനെ അയക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് ക്ലിയർ ഔട്ട് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ വില മാത്രമേ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇട്ടിട്ടുള്ളൂ. അതായത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഈ പ്ലാന്റൊക്കെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ പ്ലാന്റ് സോൾഡായി. ഇനി ബാക്കിയുള്ള പ്ലാൻസ് നമ്മളിതുപോലെ വില കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് നിങ്ങൾ ഓർഡർ തന്നൊരു 10 ദിവസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒന്നിച്ച് ഓർഡർ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു സമയം നിങ്ങൾ തരണം, എങ്കിൽ മാത്രമേ എനിക്ക് പ്ലാന്റ് അയച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഓരോ പ്ലാന്റ് നോക്കാം. വീഡിയോയിൽ കാണുന്ന ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇതിൽ കാണിക്കുന്ന. ഓരോ പ്ലാന്റും അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, കുറച്ച് പേർക്കൊക്കെ തരാനുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് ക്രീപ്പേഴ്സാണ്. അതിൻ്റെ പ്രൈസ് സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതാ ഈ ഒരു ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് ആർച്ചൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയ, അല്ലെങ്കിൽ മതിലിലോ അല്ലെങ്കിൽ ഗേറ്റിലോ ഒക്കെ പടർത്തി വിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പറാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക. അപ്പോൾ വീഡിയോയിൽ നമ്മളൊരു പ്ലാന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന ചെടികളായിരിക്കും അയച്ചു തരിക. അടുത്തതായിട്ട് ലെമൺ വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീപ്പറാണ് ഈ ഒരു പ്ലാന്റ്. ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരാം. ഏകദേശം ഈ ഒരു സൈസിലുള്ള ചെടികളായിരിക്കും അയച്ചു തരാം. ഇനി അതിൻ്റെ ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് അതിനുണ്ടാവുക. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്, ഒരുമിച്ചൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് കർട്ടൻ ക്രീപ്പർ എന്ന പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതും നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീടിൻ്റെ മതിലുകളിലും അതുപോലെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് പേര് പോലെ തന്നെ കർട്ടൻ പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റാണ്. ഇതാ ഈ വീഡിയോയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നല്ലൊരു വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പെട്രിയ. അപ്പോൾ പെട്രിയയുടെ വയലറ്റ് കളർ ഫ്ലവർ വരുന്ന ചെടികളുടെ തൈകളാണ് കേട്ടോ. ഇത് നല്ല റൂട്ടൊക്കെ വന്ന് സെറ്റ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ എല്ലാം. അപ്പോൾ നമ്മളിത് ഈ പോട്ടിൽ നിന്ന് എടുത്ത് കവർ ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരിക. നല്ല സേഫ് ആയിട്ട് തന്നെ നമ്മൾ അയച്ചു തരും. അടുത്തതായിട്ട് ഇതാ ഈ ഒരു കാറ്റ്സ് ക്ലോ പ്ലാന്റിൻ്റെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് മതിലിലും അതുപോലെ ഗേറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതുപോലെ പടർന്ന് പന്തലിച്ച് ഇലകൾ കാണാതെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ കാറ്റ്സ് ക്ലോ. അടുത്തതായിട്ട് പെട്രിയ പിങ്ക് അല്ലെങ്കിൽ കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള ചെടികളാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളടുത്ത് സെയിലിനായിട്ടുള്ളത്. ഇത് മെലസ്റ്റോമ യെല്ലോ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഫ്ലവറാണ് അതിനുള്ളത്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ബോവർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ ഇതുപോലെ നല്ല തിക്കായി വളർന്നു വന്നാൽ. ഇത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിൽ ഏകദേശം ഈ സൈസ് വരുന്ന ചെടികളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ മണിമുല്ലയുടെ ഫ്ലവറാണ് ഈ കാണുന്നത്. അടുത്തൊരു ക്ലൈംബർ പ്ലാന്റ് ആയിട്ട് വരുന്നത് കോറൽ വൈൻ എന്ന ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവറാണ് ഈ കാണുന്നത്.
അടുത്തതായിട്ട് ലേഡി ഷൂ അല്ലെങ്കിൽ ക്ലോക്ക് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് ശരിക്കും നമുക്ക് റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. നല്ല പന്തൽ പോലെ പടർത്തി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതിന് അത്യാവശ്യം ഒരു തണുപ്പുള്ള ഒരു ഏരിയ ആണ് വേണ്ടത്, കൂടുതൽ വെയിൽ ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഗാർലിക് വൈൻ എന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഇതും തന്നെ നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലവറാണിത്. ഇതിനൊരു വെളുത്തുള്ളിയുടെ സ്മെല്ലായതുകൊണ്ട് തന്നെ പാമ്പുകളൊന്നും അങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും ആ ഒരു പ്ലാന്റ് ആണത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകളാണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡ് നമുക്ക് എല്ലാ സീസണിലും ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഈ പ്രൈസൊക്കെ എപ്പോഴും ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റോക്കെല്ലാം ക്ലിയർ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ചിട്ടിട്ടുള്ളത്. അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റേറ്റിനാണ് ഈ ഒരു പ്ലാന്റ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ചെടികളുടെ ആ ഒരു സൈസും കാര്യമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഓരോ വെറൈറ്റിക്കും, അഗ്ലോണിമയിൽ ഓരോ വെറൈറ്റിക്കും അതിൻ്റേതായ റേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം. ഇനി നമുക്ക് മറ്റ് ചെടികളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസും അതുപോലെ അതിൻ്റെ പേരും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒരുപാട് സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ പുതിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഗാർഡൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് തന്നെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എക്സോട്ടിക് വെറൈറ്റീസും അതുപോലെ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത്, അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തായാലും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് DTDC കൊറിയർ വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ് വാങ്ങുന്നവർക്കാണെങ്കിൽ അതൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഏത് കൊറിയർ സർവീസാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരിക. അപ്പോൾ പ്ലാന്റിൻ്റെ പ്രൈസും അതുപോലെ കൊറിയർ ചാർജും നിങ്ങൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലാന്റ് മാറ്റി വെക്കും. 10 ദിവസത്തിനുള്ളിലാണ് പ്ലാന്റ് അയച്ചു തരിക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്കും ഷെയറൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.